ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി ആളുകൾ യൂട്യൂബിലെ പരിപാടി കണ്ടിട്ട് വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് അവർ വിളിക്കുന്ന സമയത്ത് തന്നെ അവർ ഫോണിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ വീട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം, നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ മതി. ഞാൻ അവിടെ വന്ന് കൺസൾട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എന്നോട് ഇപ്പോൾ പറയണ്ട. ഞാൻ അവിടെ വന്ന് വീട് നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ വിഷയം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, ഇത് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഫെങ്ഷു മുഖേന എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേക്കും എന്നോട് സംസാരിക്കാം. ഇപ്പം നിങ്ങളൊരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് തന്നെ തിരിച്ച് നിങ്ങൾ അവിടെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട. കാരണം ഈ സയൻസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ കറക്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ കറക്റ്റായിട്ടുള്ള, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് വീട് പണി കഴിപ്പിച്ച വർഷം ഏതെന്നെടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വീട് വെച്ചതുകൊണ്ട്, പഴയ വീട് വെച്ചതുകൊണ്ട് 20 വർഷം 25 വർഷം ഒക്കെ പഴക്കമുള്ള ഇതുണ്ട്. അപ്പോൾ ഫെങ്ഷു പ്രകാരം നമ്മൾ ഏത് പീരീഡിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത് എന്നുള്ളതെടുക്കും. അപ്പോൾ അതിൽ പിന്നെ ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. 1964 ഫെബ്രുവരി തൊട്ട് 1984 ഫെബ്രുവരി വരെ വെച്ചാക്കുന്ന വീടുകൾ അത് പീരീഡ് 6 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് ഏത് പീരീഡ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അവർ അതല്ല, ഞാൻ 2000 വെച്ച വീടാണ്. 2000 വെച്ച വീടാണെങ്കിൽ 1984 മുതൽ 2004 വരെ ആ ഒരു 7th പീരീഡിനകത്ത് വന്നിരിക്കുന്ന വീടാണ്. അപ്പോൾ ആ ഒരു 7 എന്നുള്ള കണക്ക് അവിടെ കിട്ടും. അതല്ല, ഞാൻ 2010 വെച്ച വീടാണ്. 2010 വെച്ച വീടാണെങ്കിൽ 2004 മുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 2024 വരെയുള്ള 8th എന്ന് പറഞ്ഞ പീരീഡിൽ വെച്ച വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഏത് പീരീഡ് ആണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് വീട് ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ വീട് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ്. കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണ്. പക്ഷെ അതിൻ്റെ ആ മെയിൻ റോഡ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് അവിടുത്തെ എനർജിയും മറ്റുള്ള കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൗത്ത് ആയിരിക്കും ഈ വീട് ഫേസ് ചെയ്യുന്നത്. ആ വീട്ടിൽ ചെന്നാലേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ വീട് എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഡിഗ്രി എടുക്കണം. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളായി. ഒന്ന്, ആ വീട് പണി കഴിപ്പിച്ച പീരീഡ് ഏതാണെന്ന് കിട്ടി. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇട്ടുള്ള ഫേസിങ് ഡിഗ്രി കിട്ടി. ഈ 2ഉം കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളത് ഒരു പേപ്പറിനകത്ത് 9 കോളങ്ങളായിട്ട് തിരിച്ചിട്ട് 8 ദിക്കുകൾ അതിനകത്ത് എഴുതും. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ 8 ആയിട്ട് എഴുതി ഒരു ബ്രഹ്മസ്ഥാനം. എന്നിട്ട് നമുക്ക് ഈ കിട്ടിയ കണക്ക് ഉപയോഗിച്ചിട്ട് ഇതിലൊരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഓരോ സൗത്തിൽ 2 നമ്പർ വരും, സൗത്ത് ഈസ്റ്റിൽ 2 നമ്പർ വരും. അങ്ങനെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ. ഈ നമ്പറുകൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളാണ്. 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകളിലാണ് ഈ നക്ഷത്രങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ 2 നക്ഷത്രങ്ങൾ വീതം ഓരോ ദിക്കിലും വരും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രധാന വാതിൽ എവിടെയാണെന്ന് നോക്കും. ഈ പ്രധാന വാതിൽ എവിടെയാണെന്ന് നോക്കുമ്പോൾ ഈ പ്രധാന വാതിൽ നമുക്ക് വന്ന് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കും. നക്ഷത്രം ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആ വീടിൻ്റെ സ്വഭാവം എന്താണെന്ന്. ഇപ്പം നമുക്ക് ഒരു വീട്ടിൽ പ്രധാനമായിട്ടും 3 വാട്ടർ സ്റ്റാറും 3 മൗണ്ടൻ സ്റ്റാറും, എല്ലാ വീട്ടിലും ഈ 3 മൗണ്ടനും 3 വാട്ടറും ആയിട്ടുള്ള സ്റ്റാർ വരുന്നുണ്ട്. അത് ഏറ്റവും ഭാഗ്യമുള്ളതാണ്. ഒത്തിരി മൗണ്ടൻ സ്റ്റാറും വാട്ടർ സ്റ്റാറും ഉണ്ട്, അതിൽ 3 ഏറ്റവും ഭാഗ്യമുള്ളതാണ്. അത് 8, 9, 1 എന്ന് പറയുന്ന 3 സ്റ്റാറുകളാണ് ഇതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ട് നിൽക്കുന്ന 3 സ്റ്റാറുകൾ. അപ്പോൾ ഈ സ്റ്റാറുകൾ നമുക്ക് എവിടെ വന്നിരിക്കുന്നു എന്നതെന്ന് നോക്കിയിട്ട് അവരുടെ വീടിൻ്റെ പ്രധാന ഡോറിൽ, നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഡോറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരെയും അത് ബാധിക്കും. ഉദാഹരണത്തിന് ഒരു വീട്ടിൻ്റെ പ്രധാന ഡോറിൽ നിൽക്കുന്നത് 5, 8 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീട് നല്ല സാമ്പത്തിക പുരോഗതിയുള്ള വീടായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ കണക്കെടുത്തിട്ട് കൃത്യമായിട്ടും പറയാം. ഈ വീട്ടിൽ ഇപ്പോൾ നമ്മൾ അവരുടെ പ്ലാൻ എല്ലാം വരച്ച് കറക്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നു, ഈ വീട്ടിൽ ശരിക്കും സാമ്പത്തികം വരുന്ന വീടല്ലേ? അതെ സാറേ, ശരിക്കും സാമ്പത്തികം വരുന്ന വീടാണ്. കയ്യിൽ നിൽക്കുന്നോ ഇല്ല എന്നുള്ള വേറെ കണക്കാണ്. അപ്പോഴത്തേക്ക് ആ സ്റ്റാറിനെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും സാമ്പത്തികം വരുന്ന വീടാണോ. അപ്പോൾ അത് പോട്ടെ. അടുത്ത ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 5 എന്ന് പറയുന്ന നക്ഷത്രമാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിക്കും, ഈ വീട്ടിൽ നിങ്ങൾ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് നഷ്ടത്തിലേക്കല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ വളരെ വളരെ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത പല പ്രശ്നങ്ങളും നിങ്ങളെ തേടി വരുന്നില്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് കറക്റ്റ് അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതേസമയം 2
625 ആണ് എൻട്രൻസിൽ നിൽക്കുന്നത്. ഇവിടെ എന്നും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മാറാവ്യാധികളും നിങ്ങളെ വിട്ടുപിരിയുന്നില്ലല്ലോ. അങ്ങനെ എന്താണോ വീടിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാന വാതിൽ നോക്കിയും വാതിലിൻ്റെ സ്റ്റാർ അവരുടെ വീട്ടിലെ പൊതുവെ എല്ലാവരെയും ബാധിക്കും. അതുപോലെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഓരോ വ്യക്തികളും കിടക്കുന്ന ബെഡ്റൂം. അപ്പോൾ ആ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണെന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണ്, പ്രധാന വാതിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണ്, ഈ നക്ഷത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റെമഡി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫംഗ്ഷനിൽ പൊളിച്ചു മാറ്റലുകളല്ല പറയുന്നത്, പൊളിച്ചു മാറ്റാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏതാണ് എലമെൻ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് ക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഫംഗ്ഷനിലൂടെ സാധിക്കും. ഇത് 5000-8000 വർഷത്തോളം പഴക്കമുള്ള ചൈനയുടെ ഒരു സയൻസ് ആണ്. ഇത് ഒരു മതവുമായിട്ടും ഇതിന് ബന്ധമില്ല. ഇത് ഇപ്പം നമുക്ക് ഏത് മതക്കാരനോ ഏത് രാജ്യക്കാരനോ വെച്ച് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ചൈനയുടെ സയൻസ് അല്ല, ഇത് ചൈനയിൽ മാത്രമല്ല ഇത് വർക്കൗട്ട് ആവും, ലോകത്ത് നമ്മളുടെ ഇന്ത്യയിൽ ഇത് വർക്കാവും എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, ലോകത്ത് എവിടെയും ഇതിൻ്റെ ആ തിയറി അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെയും ഇത് വർക്കാവും. നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ നേട്ടങ്ങളും കിട്ടും. എല്ലാ മതക്കാർക്കും എല്ലാ ദേശക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സയൻസാണ് ഫംഗ്ഷൻ.